മ്യാൻമറിൽ ഇന്ത്യൻ സൈന്യം ഒരു ഡ്രോൺ സ്ട്രൈക്ക് ചെയ്തു എന്ന വാർത്ത 2 ദിവസം മുൻപ് വൈറലാകാൻ തുടങ്ങി. എന്നാൽ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഭാഗത്തു നിന്നോ ഇതിനെക്കുറിച്ചുള്ള ഏതൊരു ഒഫീഷ്യൽ ഇൻഫോർമേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ മ്യാൻമറിൽ നിന്ന് വരുന്ന വാർത്തകൾ, കൂടാതെ ഇന്ത്യയുടെ ട്രസ്റ്റഡ് സോഴ്സസിൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കിയാൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യ ഒരു ഡ്രോൺ സ്ട്രൈക്ക് നടത്തി എന്ന വിവരമാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷൻ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? ഇതിനു മുൻപ് മ്യാൻമറിനുള്ളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ചില പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എന്തെല്ലാം? അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പോഴില്ലെങ്കിൽ കൂടിയും ഇതുപോലുള്ള സംഭവങ്ങൾ തുടരുകയാണെങ്കിൽ ഭാവിയിൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്ത് സംഭവിച്ചുവെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. മ്യാൻമർ ഇന്ത്യക്ക് അരികിലുള്ള ഒരു രാജ്യം. ഇന്ത്യയുമായി തുടക്കകാലത്ത് വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോയ രാജ്യം. എന്നാൽ അവിടെ ഭരണമാറ്റം സംഭവിച്ചു. സൈനിക ഭരണം ഉണ്ടായതിനു ശേഷം മ്യാൻമറിനും ഇന്ത്യക്കും ഇടയിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിഭ്രാന്തിയിലായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മ്യാൻമറിൽ 3 പ്രധാനപ്പെട്ട സംഘടനകളുണ്ട്. അവരെ കുറിച്ച് അറിയണം. ഒന്നാമത്തേത് NSCN KYA എന്ന സംഘടന, മറ്റൊന്ന് ULFA എന്ന സംഘടന, അടുത്തത് PLA. ഈ NSCN KY ഇത് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, ക്യാപ്ലാങ്യങ്ങ എന്ന് പറയും. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കണം. അതായത് നാഗവംശീയർ താമസിക്കുന്ന ഈ ഒരു ഭാഗവും മ്യാൻമറിന്റെ ചില പ്രദേശങ്ങളും ഇന്ത്യയുടെ ചില പ്രദേശങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പ്രത്യേക ഒരു രാജ്യം സൃഷ്ടിക്കുക എന്നതാണ്. അതുപോലെ ULFA എന്നത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ആണ്. ഇത് അസാം എന്നൊരു പ്രത്യേക രാജ്യത്തിന് വേണ്ടി മ്യാൻമറിലുള്ള ചിലർ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അടുത്ത PLA, പീപ്പിൾ ലിബറേഷൻ ആർമി. ഇവർ മണിപ്പൂർ സൈന്യം, അതുപോലെ ചൈനയുടെ ഇൻഫ്ലുവൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഇത് മണിപ്പൂർ സൈന്യത്തിന്റെ ഒരു ശാഖ എന്ന് വേണമെങ്കിൽ പറയാം. സൈന്യത്തിനും ഇവർക്കും നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സംഘടനകൾ PLA ആർമിയുമായി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള 2 സംഘടനകളും മ്യാൻമറിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ സ്ട്രൈക്ക് എവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മ്യാൻമറിന്റെ സാഹൻ റീജിയൻ, ഇവിടെയാണ് ഈ ഡ്രോൺ സ്ട്രൈക്ക് സംഭവിച്ചതായി പറയുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇത് വലിയ കാര്യമായി മാറുന്നുണ്ട്. ഒഫീഷ്യലായി ഇന്ത്യ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ വളരെ ശാന്തമായി കെയർഫുള്ളായി ഇക്കാര്യത്തിൽ കൈകാര്യം ചെയ്യുകയാണ്. ആദ്യം ഇങ്ങനൊരു സ്ട്രൈക്ക് സംഭവിക്കാനുള്ള കാരണം എന്താണ്? അതിന് കാരണമാവിധം ഇവർ എന്ത് പ്രശ്നമാണ് സൃഷ്ടിച്ചത്? അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയാം. ഇത് അറിയേണ്ടത് അത്യാവശ്യം കൂടെയാണ്. ഇപ്പൊ ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിൽ നേരിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിർത്തി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യ എതിർക്കുന്ന ചില ഗ്രൂപ്പുകൾക്ക് മ്യാൻമറിൽ നിന്നും സഹായം വരുന്നുണ്ട്. മ്യാൻമറിൽ നിന്നും സഹായം വരുന്നത് ഒരു രീതി, എന്നാൽ മ്യാൻമറിന് മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്നും സഹായം വരികയും അതുവഴി ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് മറ്റൊരു രീതിയാണ്. ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കാം, അങ്ങനെയാണെങ്കിൽ മ്യാൻമറിനും ഇന്ത്യക്കും ഇടയിൽ പ്രശ്നം ഉണ്ടോ എന്ന്. ഈ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മാത്രമാണ് പ്രശ്നങ്ങൾ അവിടെ ഉയരുന്നത്. ഇതിന് മുൻപ് ഇതുപോലെ ഓപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം നടന്നതിന് ഇന്ത്യയുടെ പക്കൽ നിന്നും കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ചില ഫൂട്ടേജസ് പുറത്തു വന്നിട്ടുണ്ട്. പഴയ ഇമേജസും ഓൺലൈനിൽ സർക്കുലേറ്റ് ആകുന്നുണ്ട്. ഈ സ്ട്രൈക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ആവശ്യകത എന്താണ്? ഇതിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യം ഒരു സംഘടന പറഞ്ഞല്ലോ, NSCN KY. അതിന്റെ ടോപ്പ് കമാൻഡർ, അദ്ദേഹം കൂടെ 11 പേർ, മൊത്തം 12 പേർ ഈ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടതായി പറഞ്ഞു. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എമ്യുനേഷൻ ഡെപ്പോയും ഈ ഒരു സ്ട്രൈക്കിലൂടെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ കാര്യമായി മാറിയിട്ടുണ്ട്. ഒരു സ്ട്രൈക്ക് ഇന്ത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യം അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാകണം. ഒന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള ക്രെഡിബിൾ ഇന്റലിജൻസ് എന്തെങ്കിലും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലേക്ക് എന്തെങ്കിലും ഒരു ആക്രമണം ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാകണം. അപ്പോൾ റീസെന്റ് ടൈംസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 3 ആഴ്ചയ്ക്ക് മുൻപ് ബോർഡർ പോസ്റ്റിൽ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ സുരക്ഷ വളരെ ടൈറ്റ് ആയതുകൊണ്ട്, പ്രോപ്പറായി നമ്മുടെ പക്കൽ ഡിഫൻസ് ഉള്ളതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഈ ഒരു ഇൻസിഡന്റുമായി ചേർത്ത് ഇതിന് മുൻപ് ഒരു 5-6 തവണ ഇതുപോലുള്ള ഡ്രോൺ സ്ട്രൈക്കുകൾ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി നോക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 10 വർഷം പിന്നിലേക്കെങ്കിലും പോകണം. ഓപ്പറേഷൻ ഹോട്ട് പോസ്റ്റ്, ഇത് നമ്മുടെ ഇന്ത്യൻ സൈന്യം മ്യാൻമറിനെതിരെ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ്. ഈ ഒരു ഓപ്പറേഷൻ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ മ്യാൻമറിൽ നിന്നും ഒരു ആർമഡ് ഗ്രൂപ്പ് മണിപ്പൂരിന്റെ ചാന്തൽ ഡിസ്ട്രിക്റ്റിൽ കടന്ന് നമ്മുടെ സുരക്ഷാ സേനയ്ക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നു. ഇതിൽ നമ്മുടെ സൈഡ് ഒരു വലിയ നഷ്ടം തന്നെ സംഭവിച്ചു. കൂടുതൽ കാഷ്വാലിറ്റീസ് കൗണ്ടോടെ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അകത്തേക്ക് വന്ന് ആക്രമിച്ചത് തന്നെ നമുക്കൊരു വലിയ സൈക്കോളജിക്കൽ ഇമ്പാക്ട് നൽകി. ഇതിന് പകരം കൊടുക്കുന്ന രീതിയിൽ മ്യാൻമറിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി അടിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ നമ്മുടെ പാരാ ഫോഴ്സസ്, സ്പെഷ്യൽ മിലിറ്ററി ഫോഴ്സ്, ഇവർ വരികയും മ്യാൻമറിനുള്ളിൽ കടന്നൊരു ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഇതേ NSCN KYയിലുള്ള ഒരു 3-5 ക്യാമ്പ്സോളം പൂർണ്ണമായും നശിച്ചു. 50-ൽ കൂടുതൽ പേർ ഈ ഒരു സ്പെഷ്യൽ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായും പറയുന്നു. ഇത് ആദ്യത്തേത്. രണ്ടാമത്തേത് 2016 മുതൽ 19 വരെ നടത്തിയ ഒരു സ്ട്രൈക്കായിരുന്നു. ഇത്
ഇന്റലിജൻസ് ലെഡ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയപ്പെടുന്നു. ചില പ്രധാനപ്പെട്ട സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്തു. ഇത് ഒരു പ്രത്യേക ഓപ്പറേഷൻ അല്ല, ഇതൊരു സീരീസ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഇത് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവർക്ക് ആവശ്യമായ ഇന്റലിജൻസ് എല്ലാം ആദ്യം ഗ്യാദർ ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്പൈ യൂണിറ്റ്സിലൂടെ ഒരു ആക്രമണം നടത്തി. അതായത് നമ്മൾ നേരിട്ട് ചെന്നൊരു ആക്രമണം നടത്തുന്നതിന് പകരം, നമ്മുടെ ഫോഴ്സസ് അകത്തേക്ക് കടന്ന് ഒരു ആക്രമണം നടത്തുന്നതിന് പകരം അവിടെയുള്ള നമ്മുടെ സ്പൈ യൂണിറ്റ്സിലൂടെ ഓപ്പറേഷൻ ചെയ്തു. ഇങ്ങനെ 16 മുതൽ 19 വരെയും ചെയ്തു. 2020 മുതൽ 22 വരെയും ഡ്രോൺ വഴി ഈ ഒരു ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് പോയി. ആ സമയത്ത് യുദ്ധങ്ങളിൽ കൂടുതലായും ഡ്രോൺസ് ഉപയോഗിച്ചു വന്നിരുന്നു. അപ്പോൾ ഇന്ത്യയും മ്യാൻമറിനെതിരെ അങ്ങനെ ഒരു ഡ്രോൺ ഓപ്പറേഷൻ ചെയ്തു. അതും പ്രധാനമായി 2020 മുതൽ 22 വരെയും 19 ഡ്രോൺ ഓപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വലുതായി വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. കാരണം ഇന്ത്യ അത് അക്നോളജ് ചെയ്തിട്ടില്ല. ഞങ്ങൾ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുമെന്നൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ അവർ നൽകുകയുള്ളൂ. അതായത് ബുധനാഴ്ച ഒരു സ്ട്രൈക്ക് മ്യാൻമറിനുള്ളിൽ നടക്കുന്നു എന്ന് ചിന്തിക്കുക. അവിടെ പ്രധാനപ്പെട്ട ക്യാമ്പിനെതിരെ സ്ട്രൈക്ക് നടത്തി. വ്യാഴാഴ്ച ഇന്ത്യയുടെ പക്കൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വരും. ഞങ്ങൾ ബോർഡർ ആക്ടിവിറ്റീസ് വളരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ എപ്പോഴെല്ലാമാണോ ഒരു ആക്രമണം അവിടെ സംഭവിക്കുന്നത്, അതിനുശേഷം ഇന്ത്യയുടെ പക്കൽ നിന്നും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരും, ഞങ്ങൾ ഞങ്ങളുടെ ബോർഡർ സെക്യൂർ ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇൻഡയറക്റ്റ് ചെയ്യുന്ന ഈ ഓപ്പറേഷൻസ് ഇന്ത്യ ഇതുവരെയും അക്നോളജ് ചെയ്തിട്ടില്ല. ഇത് 2022 വരെയും സംഭവിച്ചു. എന്നാൽ നേരിട്ട് ചെയ്ത സ്ട്രൈക്ക് എന്നത് 2023 PLAക്കെതിരെയും ULFAക്കെതിരെയും ഇന്ത്യയുടെ ഡ്രോണുകൾ ആക്രമണം നടത്തി. 6 ഇടങ്ങളിൽ ഇവരുടെ ക്യാമ്പ്സിനെ നശിപ്പിച്ചു. ഇതിൽ 2 വിഭാഗത്തിനും ഒരു വലിയ നഷ്ടം തന്നെ സംഭവിച്ചു. ഏതാണ്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന അമുനേഷൻ റിസർവിൽ പകുതിയിലധികവും ഈ ഒരു ഡ്രോൺ സ്ട്രൈക്കിലൂടെ ന്യൂട്രലൈസ് ചെയ്തു. ആദ്യമായി ഇന്ത്യൻ സൈന്യം സമ്മതിച്ചതും ഇത് തന്നെയാണ്. ആദ്യമായി ഇന്ത്യൻ സൈന്യം ഒഫീഷ്യലായി പുറത്തു പറഞ്ഞ ഒരു വാർത്തയും ഇത് തന്നെയാണ്. 2023 ശേഷം ഇന്ത്യ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മ്യാൻമറിനുള്ളിൽ, മ്യാൻമറോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ ക്രോസ് ബോർഡർ ഡ്രോൺ ആക്ടിവിറ്റി, ഇവയെല്ലാം ഓപ്പണായി തന്നെ ഇന്ത്യ അക്നോളജ് ചെയ്തിട്ടുണ്ട്. വീണ്ടും എന്നാൽ ഇപ്പോൾ 2025 നടന്ന ഈ ഒരു ആക്രമണത്തിന് ഇന്ത്യ ഇതുവരെയും ഒഫീഷ്യലായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ കാഷ്വാലിറ്റീസ് കൗണ്ട് കൂടുതലാണ്. 2023 6 ഇടങ്ങളിൽ നടത്തിയ അറ്റാക്കിൽ പോലും കൂടുതൽ പേർ മരിച്ചിട്ടൊന്നുമില്ല. ഈ ഗ്രൂപ്പ്സിന്റെ അമുനേഷൻ റിസർവിനെ മാത്രമാണ് ലക്ഷ്യം വെച്ചടിച്ചത്. ഡ്രോണുകൾ വഴി ഡ്രോപ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ മിസൈൽസ്, ചെറിയ ചെറിയ അമുനേഷൻസ്, ഈ ഡ്രോൺ ഡ്രോപ്ഡ് ഗ്രനേഡ്സ് ഒക്കെ വെച്ച് നമ്മൾ ആക്രമിച്ചു. എന്നാൽ ഇത്തവണ ആക്രമിച്ചതിൽ 12 പേരോളം മരിച്ചിട്ടുണ്ട്. കാഷ്വാലിറ്റീസ് കൗണ്ട് ഇത്രത്തോളം ഉയർന്നതുകൊണ്ട് നമ്മുടെ പക്കൽ നിന്നും ഒഫീഷ്യലായ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടുമില്ല. ഇത് ഗവൺമെന്റ് അക്നോളജ് ചെയ്യുമോ എന്നുള്ളതും സംശയമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന കാര്യം മ്യാൻമർ മാധ്യമങ്ങളും പുറത്തു പറയുന്നുണ്ട്. ഇന്ത്യ സംബന്ധിക്കുന്ന ചില മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട്. ഫുട്ടേജും പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യലായ ഒരു അക്നോളജ്മെന്റിനാണ് ഇവിടെ കാത്തിരിക്കുന്നത്. നമ്മെ കൊണ്ട് ഇത് അത്ര പെട്ടെന്ന് ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നൽകാൻ കഴിയില്ല. കാരണം ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രഷർ അവിടെ ബിൽഡ് ചെയ്യും. ബോർഡർ കഴിഞ്ഞ് ചെന്ന് നമ്മളൊരു സ്ട്രൈക്ക് ചെയ്തു എന്ന് കരുതുക, അതിന്റെ പ്രത്യാഘാതവും നമ്മൾ ഫേസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സമ്മതിക്കാതെ വിടുകയാണെങ്കിൽ നമ്മളത് ചെയ്തില്ല എന്ന രീതിയിൽ തന്നെയാകും. എന്നാൽ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സമ്മതിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും നമ്മെ നോക്കി വിരൽ ചൂണ്ടി ചോദിക്കും, എന്തിന് നീ ഇങ്ങനെ ചെയ്തു, എന്തിന് ചെയ്തു എന്ന്. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ സൈലന്റായി പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. ഇനി പറയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർജിക്കൽ ഓപ്പറേഷൻ. അത് ഇന്ത്യക്ക് പുതുമയുള്ളൊരു കാര്യമേ അല്ല. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഭീകരവാദം നടത്തണം, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഏതെങ്കിലും ഒരു വിഭാഗം ചിന്തിച്ചാൽ അവർക്ക് സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല, ഡയറക്റ്റ് ഇന്ത്യ സ്ട്രൈക്ക് ചെയ്യുമെന്നുള്ളതും ഇന്ത്യ ഇടയ്ക്കിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മ്യാൻമറിന് ഈ ഒരു മെസ്സേജ് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.